ഏവർക്ക് ശുഭദിനം. വെയിൽ കണ്ടിട്ട് ശുഭദിനം പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും കരുതണ്ട. ഇപ്പോൾ സമയം 7 മണി ആയതേ ഉള്ളൂ. ഒടുക്കത്തെ ചൂടാണ്. ഇവിടെ നോർത്തിലോട്ട് പോവുകയാണല്ലോ. ഇവിടെ 4:30 തന്നെ വെളിച്ചം വരും. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:15 റൂമിൽ നിന്ന് ഇറങ്ങി 7 മണിക്ക് ആ ഒരു ടൗണ് കഴിഞ്ഞിട്ട് ഇപ്പം ബൈപ്പാസ് കയറി ഭുവനേശ്വറിലേക്ക് പോകുന്നത്. ബൈപ്പാസ് എന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഭയങ്കര ചൂടാണ്. ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചൂടിൻ്റെ കാലാവസ്ഥ ഇന്നലെ കൊണാർക്കിൽ ബീച്ചിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ലേശം ലേറ്റായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ഉദയം 4:30 വെളിച്ചം വന്നു. അതുപോലെ തന്നെ വൈകുന്നേരം 5:30 5:45 തന്നെ ഇവിടെ ഇരുട്ടും പരക്കും. പിന്നെ അതുമല്ല, ഞാൻ താമസിച്ചത് കൊണാർക്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അവിടെ ബീച്ച് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ പിറകിലാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പുരാവസ്തുവിൻ്റെ, ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ. പക്ഷെ ഞാൻ ഇന്നലെ മ്യൂസിയത്തിൽ പോയിട്ടില്ല, കാരണം എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പം ഇനി കൊണാർക്ക് പോകുന്നവർ വൈകുന്നേരം 5 മണി വരെ അതിൻ്റെ സമയമുള്ളൂ. അപ്പോൾ കൊണാർക്ക് പോകുന്നവർ അവർ മ്യൂസിയം കൂടി കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ ഏറെ പ്രത്യേകത അറിഞ്ഞ ധൗളി ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കയറ്റം കയറുമ്പോഴുള്ള ഒരു സ്തൂപമാണിത്, അശോക സ്തൂപം. വർഷങ്ങളോളം പഴക്കമുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു സ്തൂപമാണിത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏകദേശം ഒരു 10:30 ഇവിടെ ധൗളി ഹില്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഭുവനേശ്വറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ബാക്കിലാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകത അറിഞ്ഞ ഒരു സ്ഥലമാണിത്. സുഹൃത്തുക്കളെ ഇപ്പോൾ 10 മണിക്ക് ഭുവനേശ്വറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പിറകിലായിട്ടുള്ള ധൗളി ഹില്ലി എന്ന് പറയുന്ന ഒരു ഹില്ലിൽ ഞാനെത്തി. ഇവിടെ വരാൻ പ്രധാനമായിട്ടും എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളുണ്ട്. ഒരു ക്ഷേത്രവും പിന്നെ ധൗളി സ്തൂപവും. അത് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കലിംഗ യുദ്ധത്തിൻ്റെയും അശോക രാജവംശത്തിൻ്റെയും ഒക്കെ ആ ഒരു സമയത്തുണ്ടായ ഒരുപാട് സ്മരണകളിൽ ഒരുപാട് ചരിത്രപ്രധാനമായ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ ഭുവനേശ്വറിന് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മുടെ ഭുവനേശ്വർ എപ്പിസോഡിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നമുക്ക് ഭുവനേശ്വർ കാഴ്ചകൾ നമുക്ക് കാണാം. 2-3 എപ്പിസോഡായിട്ട് മൊത്തം കവർ ചെയ്ത് തരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നല്ല സുഖത്തിലേക്ക് നടക്കാം. സുഹൃത്തുക്കൾ, ഇതാണ് ദബാലേശ്വര മന്ദിർ. അശോക കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടത് 10-11 കേടിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമെന്നാണ്. ഈ കേട് എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. BC കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ക്രിസ്തു വർഷത്തിന് എത്രയോ മുന്നേ ഉള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്കിപ്പോൾ ചുറ്റുവട്ടത്തുള്ളത്.
ഇനി നമ്മൾ പോകാൻ പോകുന്ന ധൗളി സ്തൂപവും ആ ഒരു സമയത്തേക്കുള്ളതാണ്. ഇവിടെ വേൾഡ് ഫേമസ് ആയ ധൗളിഗിരി ഭോജ് ഉണ്ട്. ഭോജ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ പൊരിയാണെന്ന് തോന്നുന്നു. ആ പൊരിയാണ് ഭോജ് എന്ന് പറയുന്നത്. ഇതാണ് ഭോജ് എന്ന് പറയുന്നത്. നമ്മുടെ പൊരിൻ്റെ വേറെ ടൈപ്പ് വേൾഡ് ഫേമസ് ആണ്. അപ്പോൾ ഒന്ന് പൈസ ഒതുങ്ങുമെങ്കിൽ ഒന്ന് പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് മന്ദിർ. മന്ദിർ കഴിഞ്ഞിട്ട് വേണം നമുക്കിതാ ആൾക്കാർ വരുന്നുണ്ട്. അവിടെയാണ് സ്തൂപം ഉള്ളത്. മന്ദിർ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണം. ഒരുപാട് കാഴ്ചകളായി ഭുവനേശ്വറിൽ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ആസ്വദിക്കാം. എന്തായാലും എനിക്കൊന്നൊരു 3-4 എപ്പിസോഡായിട്ടുണ്ടാവും. കാരണം നമ്മൾ മൊത്തം ഒരു കലക്കി കുടിക്കുന്നതിന് പകരം നമുക്ക് ഓരോന്നായിട്ട് ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ആ ഒരു കാലഘട്ടം അത് ഏറെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ സ്ഥലങ്ങളാണ്. ക്രിസ്തുവർഷത്തിന് മുന്നേ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ചരിത്ര സ്മാരകങ്ങൾ നമുക്കായി ഇനി കാത്തിരിക്കുന്നു ഭുവനേശ്വറിൽ. ഇവിടെ അമ്പലത്തിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ആൾക്കാരൊന്നുമില്ല, കാലിയാണ്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ സ്തൂപത്തിൻ്റെ അടുത്തേക്ക് എത്തുക. നമ്മളടുത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് വഴിയുണ്ട്. പക്ഷേ അതിനെക്കാട്ടി ഞാൻ കുറച്ച് സൈഡിൽ കൂടി നടന്നിട്ട് മൊത്തം കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ള ഒരു ഇതിൽ നടക്കുകയാണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പോകുന്ന ആ ഒരു ഡയറക്ഷനിലാണ്. നമ്മളിപ്പം അമ്പലത്തിൽ നിന്ന് കയറി വന്നപാട് നമുക്ക് ഇതിൻ്റെ മുകളിലെത്താം, അപ്പുറം വഴി എത്താം. ഞാനിപ്പോൾ ഇവിടെ എത്തി. എന്നിട്ട് ഞാൻ നല്ല മുകളിലേക്ക് കയറിയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഈ മലയുടെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണിത്. നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഞാൻ ഏകദേശം കണ്ടിങ്ങനെ വരികയാണ്. ഇനി ഇത് കണ്ടിട്ട് വേണം ഇനി ഭുവനേശ്വറിലെ അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക്.
നമ്മൾ നേരത്തെ നിൽക്കുന്ന ബുദ്ധനാണെങ്കിൽ ഇവിടെ ഉറങ്ങുന്ന ബുദ്ധനാണ്. പല ഇതിലുള്ള ബുദ്ധൻ്റെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ഞാനിതിപ്പം കവർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിലധികമായി. നമ്മൾ എന്തായാലും ഇത് കാണേണ്ടിയിരിക്കേണ്ട ഒരു സ്ഥലമാണ്, തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതുവഴി നമ്മൾ പോകുമ്പോൾ, അതായത് ഈ ഭുവനേശ്വർ വഴി ആരെങ്കിലും നോർത്ത് ഈസ്റ്റിന് പോകുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. ഒരുപാട് ചരിത്ര സ്മരണകൾ നിറഞ്ഞ ഒരു സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കാണുന്ന വർക്കുകളൊക്കെ ഇല്ലേ, എത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളതാണെന്നോ. നമ്മളെ ക്രിസ്തുവർഷത്തിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള വർക്കുകളാണ്, അശോക സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കാണുള്ളത്. കാരണം ഭുവനേശ്വറിൽ ധാരാളം കാഴ്ചകളായി നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഭുവനേശ്വറിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ധാരാളം കാഴ്ചകൾ, ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ധാരാളം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ മലയാളികളധികം, എനിക്ക് തോന്നുന്നു ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഭുവനേശ്വറിലൊരു തുടക്കം മാത്രമാണ്. 2-3 ദിവസം ഞാൻ ഇവിടെയുണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ധാരാളം കാഴ്ചകളായിട്ട് നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത കാഴ്ച വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ബൈ.